ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ ഈ തിരുവചനം കേൾക്കുന്ന ഏവരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. നിങ്ങൾക്കായി ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. നമുക്ക് തിരുവചനത്തിൽ നിന്നൊരു വാക്യം വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 33-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. നിങ്ങൾക്ക് എന്നിൽ സമാധാനമുണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞു. നിങ്ങൾക്കെന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു തൻ്റെ ക്രൂശാരോഹണത്തിന് മുമ്പായി അവസാനമായി തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട്, ഇന്ന് തൻ്റെ പ്രിയ മക്കളായ നമ്മോടും കർത്താവ് പറയുന്ന തിരുവചനമാണ്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ ആമുഖം, ആ വാക്യത്തിൻ്റെ ആമുഖം കർത്താവ് ഇങ്ങനെയാണ് പറയുന്നത്: നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന്, എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. കർത്താവ് ഈ കാര്യം നമ്മോട് സംസാരിക്കുന്നത് സമാധാനം നമുക്കുണ്ടാകാനാണ്. ആരിലാണ് സമാധാനം? വേറെ ഒന്നിലേക്ക് നോക്കിയാലും ആരിലേക്ക് നോക്കിയാലും സമാധാനമില്ല. നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടത്, യേശുക്രിസ്തുവിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ വചനം സമാധാനം തരുന്നതാണ്. കർത്താവിൻ്റെ വചനം ആശ്വാസം തരുന്നതാണ്. കർത്താവിൻ്റെ വചനം അനുഗ്രഹം പകരുന്നതാണ്. അത് വിശ്വസിച്ച് ആ വചനത്തിൻ്റെ വള്ളിപുള്ളി മാറാതെ അത് നാം വിശ്വസിക്കുകയും അതിനെ അനുസരിക്കുകയും അനുവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് അനുഗ്രഹമാണ്, സമാധാനമാണ്. ദൈവത്തിന് സ്തോത്രം. അവിടെ സർവ്വസ്വർഗീയ നന്മകളും അവിടെ നമുക്ക് ലഭിക്കും. വചനം യേശുക്രിസ്തുവാണ്, വചനം ക്രിസ്തുവാണ്, വചനം ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് അത് സ്വീകരിച്ചാൽ സമാധാനം കിട്ടും. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഈ ലോകം കഷ്ടത നിറഞ്ഞതാണ്. നാം ചിന്തിക്കും, ദൈവമേ, ഞാനൊരു മാനസാന്തരപ്പെട്ട വ്യക്തിയാണല്ലോ, ഞാൻ ദൈവത്തിൻ്റെ വചനം മുടങ്ങാതെ കേൾക്കുന്ന ആളാണ്, മാത്രമല്ല കർത്താവിൻ്റെ വേലയിൽ ഞാൻ പങ്കെടുക്കുന്ന ഒരാളാണ്, ഞാൻ വചനം പറയുന്ന ആളാണ്, ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന ആളാണ്, അല്ല ഞാൻ എല്ലാ ഞായറാഴ്ചകളിലും മാറാനായ പെരുന്നാളുകളിലും പള്ളി പോകുന്നയാളാണ്, സകല സഭ നിഷ്കർഷിച്ചിരിക്കുന്ന എല്ലാ ആരാധനകളും വളരെ അടുക്കും ചിട്ടയുമായി അത് അനുഷ്ഠിക്കുന്ന ഒരാളാണ്, അനുസരിക്കുന്ന ഒരാളാണ്, സംബന്ധിക്കുന്ന ആളാണ്. മാത്രമല്ല ഞാൻ എന്നാൽ ആവുന്നിടത്തോളം അനേകം നല്ല കാര്യങ്ങൾ ചെയ്യുന്നയാളാണ്, പാവപ്പെട്ടവരെ സഹായിക്കാൻ എനിക്ക് മനസ്സാണ്, ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഞാൻ സജീവ പങ്കാളിയാണ്. ഇതെല്ലാം ഞാൻ ചെയ്തിട്ടും എന്തുകൊണ്ട് എനിക്ക് ഈ കഷ്ടത വരുന്നു? എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഈ വലിയ പ്രശ്നങ്ങൾ വരുന്നു, പ്രതിസന്ധികൾ വരുന്നു? സ്വന്തം കുടുംബത്തിൽ തന്നെ ഈ വലിയ പ്രശ്നങ്ങൾ വരുന്നു. എന്തുകൊണ്ട് എനിക്ക് അപകടങ്ങൾ വന്നു? എന്തുകൊണ്ട് എനിക്ക് രോഗം വന്നു? എന്തുകൊണ്ടൊരു സമാധാനമില്ലാത്ത അവസ്ഥ എൻ്റെ ജീവിതത്തിൽ വന്നു? പലരും കലങ്ങുന്ന ഒരു രംഗമാണിത്. പലരും കലങ്ങുന്ന ഒരു രംഗമാണ്. ആത്മീയരാണ്, പക്ഷേ കലക്കം വരുന്നു, ഉള്ളിൽ കലക്കം വരുന്നു, ആത്മാവിലൊരു കലക്കം വരുന്നു. ദൈവത്തിന് സ്തോത്രം. 14-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യം വായിക്കുമ്പോൾ, ആദ്യത്തെ 1-2 വാക്യങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. നിങ്ങൾ ആരാണ്? നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണ്, നിങ്ങൾ എൻ്റെ മക്കളാണ്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. ദൈവത്തിൽ വിശ്വസിക്കണം. സത്യദൈവം ഞാനാണ്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ.
ഇത് ശരിയായി എന്നിൽ വിശ്വസിക്കാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഹൃദയം കലങ്ങുന്നത്. നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ, കഷ്ടതകൾ വരുമ്പോൾ, രോഗം വരുമ്പോൾ നിങ്ങളുടെ ഹൃദയം കലങ്ങുന്നത് നിങ്ങൾക്ക് ദൈവത്തിൽ വിശ്വാസമില്ല, എന്നിൽ വിശ്വാസമില്ല, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങളിൽ നിങ്ങൾക്ക് വിശ്വാസമില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കാലാകാലങ്ങളിൽ തക്ക സമയത്ത് ഇടപെട്ട് നമുക്ക് തരുന്നതായ വചനത്തിൽ വിശ്വാസമില്ലായതുകൊണ്ടാണ് കലങ്ങിപ്പോകുന്നത്. അതുകൊണ്ടാണ് സമാധാനം നഷ്ടപ്പെടുന്നത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് അതിനുള്ള പോംവഴി, സമാധാനം കിട്ടാനുള്ള പോംവഴി വേറൊന്നുമല്ല. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. പിന്നെ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് ഞാൻ ഇരിക്കുന്നയിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. എന്താണത്? ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, പക്ഷേ ഈ ലോകം എന്നും നിലനിൽക്കുകയില്ലല്ലോ. ഈ ലോകത്തുനിന്നും നീ മാറ്റപ്പെടുകയില്ലേ? നമ്മുടെ ആയുസ്സിനൊരു ലിമിറ്റുണ്ടല്ലോ, ഒരു സമയമുണ്ടല്ലോ. ഈ ലോകത്ത് ജീവിക്കുന്നതിന് കർത്താവ് അനുവദിച്ചിരിക്കുന്ന സമയമുണ്ടല്ലോ. അത് ദൈവം മാത്രം അറിയുന്ന ഒരു സമയം. ഏറ്റവും കൂടിയാൽ അതുവരെയുള്ള കഷ്ടതയല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞാലോ? അത് കഴിഞ്ഞാൽ ഇതാ നിങ്ങൾക്ക് ഞാൻ എല്ലാ പ്രൊവിഷനും വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കലങ്ങാതിരിക്കുവാൻ. ഇന്ന് നിങ്ങൾക്ക് കലക്കമുണ്ട്, പക്ഷേ നിങ്ങൾ പിന്നീട് കലങ്ങേണ്ടി വരില്ല. നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഞാൻ ഈ വചനം നിങ്ങളോട് പറയുന്നു. നിങ്ങൾ എന്നിൽ വിശ്വസിച്ചാൽ മതി. എന്നിൽ സമാധാനമുണ്ട്, എന്നിൽ ആശ്വാസമുണ്ട്, എന്നിൽ അനുഗ്രഹമുണ്ട്. കർത്താവായ യേശുവിൽ മാത്രം ഈ അനുഗ്രഹങ്ങളെല്ലാം നിറഞ്ഞിരിക്കുന്നു, സമാധാനം നിറഞ്ഞിരിക്കുന്നു, സന്തോഷം നിറഞ്ഞിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ എന്നിൽ വിശ്വസിപ്പിൻ, ദൈവത്തിലും വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. നിങ്ങൾക്ക് ഈ ഇന്നത്തെ ഈ കഷ്ടതകളെല്ലാം മാറും. നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയിട്ടുണ്ട്, സ്വർഗത്തിൽ നിങ്ങൾക്ക് ഭവനം ഒരുക്കിയിട്ടുണ്ട്. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഇനി ഞാൻ പോകുന്നത് എന്തിനാണ്? ഞാൻ ഇനിയും ഈ ലോകം വിട്ടു പോകും. അധികം നാളുകൾക്ക് മുമ്പ് ഞാൻ ഈ ലോകം വിട്ടു പോകും. ഞാനിവിടെ ക്രൂശിക്കപ്പെടും, എന്നെ ഇവിടെ അടക്കും. പക്ഷേ ഞാൻ ഉയർത്തെഴുന്നേറ്റ് ഞാൻ സ്വർഗത്തിലേക്ക് കരയേറി എൻ്റെ പിതാവിൻ്റെ വലത്തുഭാഗത്തേക്ക് ഞാൻ പോകും. ഇനിയും ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാനാണ് പോകുന്നത്. നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. മക്കളെ, നിങ്ങളെ ചേർക്കാൻ ഞാൻ വരും. നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നാലും, നിങ്ങൾ മരിച്ചാലും, നിങ്ങളെ ഈ ഭൂമിയിൽ എവിടെയെങ്കിലും അടക്കിയാലും ദൈവത്തിന് സ്തോത്രം, ഞാൻ നിങ്ങളെ ചേർക്കുവാൻ വരും. നിങ്ങളുടെ ശരീരം പൊടിമണ്ണായി തീർന്നു, ഈ ഭൂമിയിൽ എവിടെയെങ്കിലും ആയിരിക്കും. പക്ഷേ ഞാൻ മധ്യാകാശത്ത് വന്ന് എൻ്റെ കാഹളനാദം കേൾക്കുമ്പോൾ, മധ്യാകാശത്ത് വരുമ്പോൾ, ഗംഭീര ധ്വനി കേൾക്കുമ്പോൾ, പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടെ ഞാൻ വരുമ്പോൾ ഞാൻ നിങ്ങളെ സ്വീകരിക്കാനാണ് വരുന്നത്. നിങ്ങൾ എൻ്റെ ശരണത്തിൽ ജീവിച്ച്, ഇന്ന് ഞാൻ പറയുന്ന വചനങ്ങൾ അംഗീകരിച്ച് അനുസരിച്ച് ഈ വചനം കൈക്കൊണ്ട് ഈ വചനപ്രകാരം നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാം. കാരണം വലിയൊരു പ്രത്യാശ നിങ്ങളെ കാത്തിരിക്കുന്നു. വലിയൊരു സ്വർഗരാജ്യത്തിൻ്റെ അനുഭവം നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഭൂമിയിലെ ജീവിതം താൽക്കാലികമാണ്. ഇവിടെയുള്ള കഷ്ടതകളും താൽക്കാലികമാണ്. ഇത് എന്നും നിൽക്കുന്നതല്ല. ഞാൻ നിങ്ങളെ ഇനി ചേർക്കാൻ വരുമ്പോൾ ഞാൻ നിങ്ങളെ എൻ്റെ അടുക്കലേക്ക് ചേർത്തുകൊള്ളും. ഞാൻ നിങ്ങളെ ചേർക്കാനായിട്ടുമാണ് വരുന്നത്. മധ്യാകാശത്തിലേക്ക് നിങ്ങൾ പറന്നുയരും. നിങ്ങളുടെ ആത്മാക്കൾ നിങ്ങളുടെ ശരീരവുമായി ചേർന്ന് നിങ്ങൾ മധ്യാകാശത്തിലേക്ക് പറന്നുയരും. ദൈവത്തിന് സ്തോത്രം. ആ വലിയ അനുഭവം എന്തിനാണ്? നിങ്ങൾക്ക് ഞാൻ ഒരുക്കിയിരിക്കുന്ന വാസസ്ഥലത്തേക്ക് നിങ്ങളെ ചേർക്കാൻ. ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന്. കർത്താവ് ഇരിക്കുന്നിടത്തേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ദൈവത്തിന് സ്തോത്രം. വീണ്ടും യോഹന്നാൻ്റെ സുവിശേഷം തന്നെ നമുക്ക് 14-ാം അധ്യായത്തിൻ്റെ തന്നെ 25 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. ഞാൻ നിങ്ങളോടുകൂടെ വസിക്കുമ്പോൾ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. എങ്കിലും പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള
പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. ഞാൻ പോകുകയും നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരികയും ചെയ്യുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് കേട്ടുവല്ലോ. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. പ്രിയപ്പെട്ടവരെ, കർത്താവ് ഈ ലോകത്ത് നിന്ന് പോകുന്നതിന് മുമ്പ് അവസാനമായി നമ്മളോട് പറയുന്ന ആശ്വാസ വചനമാണ്: നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. കാരണം നിങ്ങൾക്ക് സമാധാനം തരാനാണ് ഞാൻ വന്നത്. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ഒരപ്പൻ വിൽപ്പത്രം എഴുതി മക്കൾക്ക് സ്വത്ത് കൊടുക്കുന്നത് പോലെയാണ് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആ വലിയ സ്വത്ത്, സമാധാനം, ആ അനുഗ്രഹം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോവുകയാണ്. നിങ്ങൾക്ക് സ്വന്തമായി അനുഭവിക്കാം. അപ്പൻ വെച്ചിരിക്കുന്നതായ ആ സ്വത്ത് നിങ്ങൾക്ക് ഉചിതം പോലെ, സത്യം വളരെ വളരെ ക്രമമായിട്ടും അപ്പൻ നിങ്ങളോട് കൽപ്പിച്ചതുപോലെ അല്ല, നിങ്ങൾക്ക് ആവശ്യം പോലെ നിങ്ങൾക്കത് ഉപയോഗിക്കാം. ഞാൻ സമാധാനമാണ് നിങ്ങൾക്ക് അൽസാധനമായി തരുന്നതായ എൻ്റെ ദാനം, എൻ്റെ അനുഗ്രഹം, നിങ്ങൾക്കത് പ്രാപിക്കാം. ദൈവത്തിന് സ്തോത്രം. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. എന്താണത്? ലോകം തരുന്ന സമാധാനം, ലോകത്തിലെ സുഖസൗകര്യങ്ങൾ, ജഡിക ഇമ്പങ്ങൾ, മദ്യമോ അല്ലെങ്കിൽ സെക്സോ അല്ലെങ്കിൽ ലോകത്തിലുള്ള എന്ത് വിനോദങ്ങളോ എന്ത് കാര്യമാവട്ടെ, പണമോ, നിങ്ങൾക്ക് തരുന്ന ആ സമാധാനം എന്ന് പറയുന്നുണ്ടല്ലോ, അതൊരിക്കലും സമാധാനമല്ല. അത് നിലനിൽക്കുകയില്ല. നിമിഷങ്ങൾ കൊണ്ട് അത് നിങ്ങളെ വിട്ടുപോകും. നിമിഷങ്ങൾ കൊണ്ട് അത് നിങ്ങൾക്ക് വിനയായിത്തീരും. അതാണ് ലോകത്തിലെ സമ്പാദ്യങ്ങൾ. മനുഷ്യരിലുള്ള ആശ്രയമാണെങ്കിലും അതിന് അത്രയ്ക്കേ വിലയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. പക്ഷേ എൻ്റെ സമാധാനം എന്ന് പറയുന്നത് അത് കഷ്ടതയിലും സമാധാനം തരുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ലോകം തരുന്ന സമാധാനം അല്ലാതെ ദൈവം തരുന്ന സമാധാനം, യേശുക്രിസ്തു തരുന്ന സമാധാനം, അതെന്താണ്? കഷ്ടതയിലും സന്തോഷിക്കാൻ തക്കവണ്ണമുള്ള സമാധാനം. അതാണ് ദൈവിക സമാധാനത്തിൻ്റെ പ്രത്യേകത. കഷ്ടതകൾ വരുമ്പോഴും ധൈര്യപ്പെട്ട് നിൽക്കുന്നതായ സമാധാനം. കാരണം എനിക്ക് പിടിക്കാനൊരു ഇടമുണ്ട്, എനിക്ക് ആശ്രയിക്കാനൊരു ആളുണ്ട്, എനിക്ക് ചാരാനൊരു മാർവിടമുണ്ട്, എന്നെ സ്നേഹിക്കുന്നവൻ്റെ യേശുവുണ്ട്. എൻ്റെ യേശു എൻ്റെ സർവ്വ കാര്യങ്ങളും അറിയുന്നു, എൻ്റെ ഗതിവിഗതികൾ അറിയുന്നു, എൻ്റെ ഓരോ നിമിഷങ്ങളും അവൻ കാണുന്നുണ്ട്, എൻ്റെ ഉള്ളം അവൻ കാണുന്നുണ്ട്, എൻ്റെ സങ്കടം എൻ്റെ യേശു ലോകത്തുള്ള ആരെക്കാൾ കൂടുതൽ കാണുന്നുണ്ട്. അവനെന്നെ അറിയുന്നുണ്ട്. അതിന് പരിഹാരവും അവൻ്റെ കയ്യിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവനെല്ലാം സാധിക്കും. ദൈവത്തിന് സ്തോത്രം. എത്ര കാലം ഞാനിങ്ങനെ നിൽക്കണം, അതും എൻ്റെ ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട, ഒറ്റയ്ക്കൊരു കാര്യം, എന്തു വന്നാലും കുലുങ്ങരുത്, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. കാരണം എൻ്റെ യേശു എൻ്റെ സ്വന്തമാണ്, എൻ്റെ യേശുവിൻ്റെ സമ്പത്താണ് ഞാൻ. നിങ്ങൾക്ക് ധൈര്യമുണ്ടോ പ്രിയപ്പെട്ടവരെ? അവിടെയാണ് സമാധാനം. അവൻ സർവ്വലോകത്തിൻ്റെയും ഉടയവനാണ്, അവൻ നിത്യതയുടെയും ഉടയവനാണ്. ഞാൻ ഈ ലോകം വിട്ടു പോയാലും അവൻ എൻ്റെ സ്വന്തമാണ്. ഞാൻ അവൻ്റെ അടുക്കലേക്കാണ് പോകുന്നത്. ഞാൻ അവനെ ജീവനോടെ കാണും. ദൈവത്തിന് സ്തോത്രം. ഞാൻ അവനെ സജീവമായി അനുഭവിക്കും. ഞാൻ അവനെ എൻ്റെ ഈ കണ്ണുകൾ കൊണ്ട് ഞാൻ കാണും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണ് യോബ് പറയുന്നത്, എൻ്റെ ഈ കണ്ണുകൾ കൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തെ കാണും. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിന് സ്തോത്രം. അവൻ്റെ അടുക്കലേക്കാണ് ഞാൻ പോകുന്നത്. സർവ്വ ആശ്വാസവും നൽകുന്ന, സർവ്വ സമാധാനത്തിൻ്റെ ഉറവിടമായ യേശുവിൻ്റെ അടുക്കലേക്കാണ് ഞാൻ ലോകം വിട്ടാൽ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നാം ഒരു പ്രസംഗം പോലെ ഞാൻ കേട്ടുപോയാൽ പോരാ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. ഇത് രൂഢമൂലമായ നിങ്ങളുടെ ഉള്ളിൽ എഴുതി കിട്ടിയ വചനമല്ലേ? ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞതല്ലല്ലോ, എൻ്റെ യേശു പറഞ്ഞതല്ലേ? അത് മാറുമോ പ്രിയപ്പെട്ടവരെ? ദൈവത്തിന് സ്തോത്രം. എത്ര കാലമായി നാം ഇത് കേൾക്കുന്നു, പക്ഷേ പലരുടെയും ഉള്ളിൽ ഇതൊരു വിശ്വാസമായി പരിണമിച്ചിട്ടില്ല. വചനം വിശ്വാസമായി പരിണമിച്ചിട്ടില്ല. അവിടെയാണ് നമ്മുടെ പരാജയം. ദൈവത്തിന് സ്തോത്രം. വചനം വിശ്വാസമായി പരിണമിക്കായാൽ ദൈവം വേദനിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ തിരിച്ചടികൾ വരുന്നു. ദൈവത്തിന് സ്തോത്രം. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. സ്വർഗമൊരു മിഥ്യയല്ല, നരകവും ഒരു മിഥ്യയല്ല. എന്നാൽ ഈ ലോകം ഒരു മിഥ്യയാണ്. ദൈവത്തിന് സ്തോത്രം.
ഈ ലോകം വെറും മിഥ്യയാണ് പ്രിയപ്പെട്ടവരെ. മായ, മായ മായ, സർവവും മായ അത്ര. ഇന്ന് സുഖ സൗകര്യങ്ങളുണ്ടോ? വെറും മായ. ദൈവത്തിന് സ്തോത്രം. ക്ഷണനേരം കൊണ്ട് ആ സന്തോഷം, ഈ ലോകത്തിലെ സന്തോഷം ദുഃഖമായി മാറും. സ്തോത്രം. അതുകൊണ്ട് അതിലൊന്നും ആശ്രയിക്കാനില്ല. ദൈവത്തിന് സ്തോത്രം. നമുക്ക് യിരെമ്യാ പ്രവചനം എടുക്കാം. യിരെമ്യാ പ്രവചനത്തിൽ അതിൻ്റെ 17-ാം അധ്യായത്തിൻ്റെ 7ഉം 8ഉം വാക്യങ്ങൾ. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവനാണ് ഭാഗ്യവാൻ. പിന്നെ അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിയിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും. ആറ്റരികെ വേരൂന്നിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകുന്നു. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കയില്ല. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കയില്ല. അതിന്റെ ഇല പച്ചയായിരിക്കും. അതിൻ്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു വൃക്ഷമായി തീരുവാൻ, ഒരു ഫലം കായ്ക്കുന്ന വൃക്ഷമായി തീരുവാൻ ദൈവവേദലേ നിനക്കെന്തെങ്കിലും കാര്യപരിപാടിയുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, മനുഷ്യനിൽ ആശ്രയിക്കരുത്. ദൈവത്തിൻ്റെ വചനമാണ്. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. മനുഷ്യനിൽ ആശ്രയിക്കുകയും ജഡത്തെ തൻ്റെ ഭുജമാക്കിക്കൊണ്ട് ഈ ലോകത്തിലേക്ക് നോക്കുന്ന മനുഷ്യൻ അവൻ നിർഭാഗ്യവാനാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ കർത്താവിൻ്റെ വചനം ഇവിടെ പറഞ്ഞു. ഒരു പ്രാവശ്യം കൂടെ വായിച്ച് നിങ്ങൾ കേട്ടുകൊള്ളൂ. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവയിൽ ആരെ ആശ്രയിക്കണം? മനുഷ്യനല്ല, യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കും. യഹോവ തന്നെ ആശ്രയമായിരിക്കും. വേറെ ഒന്നിലുമില്ല. ലോകത്തിൽ ഒന്നിനെ ആശ്രയിക്കുന്നില്ല. സ്വത്തിനെ ആശ്രയിക്കുന്നില്ല, മക്കളെ ആശ്രയിക്കുന്നില്ല, അപ്പനെയും അമ്മയെ ആശ്രയിക്കുന്നില്ല, സഹോദരങ്ങളെ ആശ്രയിക്കുന്നില്ല, കൂട്ടായ്മക്കാരെ ആശ്രയിക്കുന്നില്ല, ഒരു മനുഷ്യനെ ആശ്രയിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ആശ്രയം ദൈവത്തിൽ മാത്രം, യഹോവയിൽ മാത്രം. ദൈവത്തിന് സ്തോത്രം. പിന്നെ അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും അങ്ങനെ ദൈവത്തിൽ മാത്രം ആശ്രയിക്കും. യഹോവ തന്നെ ആശ്രയമായിരിക്കുന്നവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിയിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും. ആറ്റരികെ വേരൂന്നിരിക്കുന്നതുമായ വൃക്ഷം. ആ വൃക്ഷത്തിൻ്റെ പ്രത്യേകത എന്താണ്? അതിനെപ്പോഴും ജീവജലം കിട്ടും. ആ വേരുകൾ അവന് വെള്ളം സമൃദ്ധിയായി ലഭിക്കും. വേരുകൾക്ക് സമൃദ്ധിയായി ജലം കിട്ടിയില്ലെങ്കിൽ ആ വൃക്ഷം വാടിപ്പോകും, അത് ഉണങ്ങിപ്പോകും, അത് നിലനിൽക്കുകയില്ല. എന്നാൽ വെള്ളം ഇഷ്ടം പോലെ ലഭിക്കുന്ന സ്ഥലത്ത്, നീരോട്ടം ഉള്ള സ്ഥലത്ത് ഒരു വൃക്ഷം നട്ടാൽ അത് എളുപ്പത്തിൽ വളർന്നു വരും, അത് ഫലം കായ്ക്കും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ വേര് ജീവജലത്തിലേക്ക് അല്ലെങ്കിൽ ജലത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്, ആറ്റരികെ നട്ടിരിക്കുന്നത്, അതിന് എപ്പോഴും വെള്ളം കിട്ടിക്കൊണ്ടിരിക്കും. ആറിൽ കൂടെ വെള്ളമാണ് ഒഴുകിപ്പോകുന്നത്. അതുകൊണ്ട് ആറ്റരികത്താണ്, ആറിൻ്റെ അരികത്താണ്, ആറിനോട് ചേർന്നാണ്, പുഴയോട് ചേർന്നാണ് ആ മരം നിൽക്കുന്നത്. അതുകൊണ്ട് അത് ഒരിക്കലും ഉണങ്ങിപ്പോവുകയില്ല. കാരണം അതിൻ്റെ വേര് ആ വെള്ളം തേടി ചെന്ന് ആ വെള്ളം സ്വീകരിച്ച് ആ മരത്തെ വളർത്തുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആറ്റരികെ നട്ടിരിക്കുന്നത്, ദൈവത്തിന് സ്തോത്രം. വൃക്ഷം അത് ഫലം കായ്ക്കുന്ന വൃക്ഷമാണ്. വെയിലേറ്റാൽ അത് വാടുകയില്ല, ഉഷ്ണം തട്ടുമ്പോൾ അത് വാടിപ്പോകുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ കൂടി വായിക്കാം. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിയിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും. ആറ്റരികെ വേരൂന്നിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കയില്ല. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കയില്ല. അതിന്റെ ഇല പച്ചയായിരിക്കും. അതിന്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടുകയില്ല, അത് ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. പ്രിയപ്പെട്ടവരെ, ആകുലങ്ങൾ വരുമ്പോൾ വാടുകയില്ല, ദുഃഖം വരുമ്പോൾ തളരുകയില്ല, കഷ്ടത വരുമ്പോൾ തളരുകയില്ല. കഷ്ടങ്ങൾ വരുമ്പോൾ അവനറിയാം, ദൈവവേദലേ നിനക്കറിയാം, ഒരു ദൈവവേദലിനറിയാം എന്താണ് എൻ്റെ യേശുവിൻ്റെ വാഗ്ദാനമുണ്ട്. കഷ്ടത വരുമ്പോൾ നീ തളരണ്ടെന്ന്, നീ തളരണ്ട, നീ കുലുങ്ങണ്ട, നിൻ്റെ ഉള്ളം കലങ്ങണ്ട എന്ന് എൻ്റെ യേശു അല്ലേ പറഞ്ഞത്. എൻ്റെ കർത്താവേ, കഷ്ടതയുണ്ട്, ശരിയാണ്, നിനക്കറിയാം, എനിക്കും അറിയാം. പക്ഷേ കർത്താവേ, ഞാൻ കുലുങ്ങുകയില്ല. കാരണം നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വചനം വാഗ്ദാനം നിങ്ങൾ സ്വീകരിക്കണം. വചനം വാഗ്ദാനമായിട്ടെടുത്ത് അത് പറഞ്ഞ് എൻ്റെ കർത്താവിനോട് ചോദിക്കണം. നീ ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ കർത്താവേ, ഞാൻ കലങ്ങുകയില്ല, കർത്താവെ ഞാൻ ഭ്രമിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. എല്ലാം നിനക്ക് അറിയാമല്ലോ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവെ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവിനെന്നും നീയല്ലേ പറഞ്ഞത്.
ദൈവത്തിന് സ്തോത്രം. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്ത് കൊള്ളുമെന്ന് കർത്താവേ നീയല്ലേ പറഞ്ഞത്. എല്ലാ കാലത്തും ഈ കഷ്ടതയല്ലല്ലോ കർത്താവേ. അന്ന് പിന്നെ നിൻ്റെ സന്നിധിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ദൈവമേ സമാധാനമായല്ലോ, അവിടെ സന്തോഷം മാത്രമേ ഉള്ളല്ലോ, അവിടെ നിന്നെ മുഖാമുഖം കാണുമല്ലോ. ദൈവത്തിന് സ്തോത്രം. പ്രത്യാശ വർദ്ധിക്കുകയാണ്. അതുകൊണ്ട് ഈ ദുഃഖങ്ങളെല്ലാം മറന്നുപോകും. പ്രിയപ്പെട്ടവരെ, ഈ ദുഃഖങ്ങളെല്ലാം മറന്നുപോകും. നിങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് തിരിയണം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. യോഹന്നാന്റെ സുവിശേഷം വീണ്ടും നമുക്ക് വായിക്കാം. 14-ാം അധ്യായം തന്നെ, 14-ാം അധ്യായത്തിൻ്റെ ലാസ്റ്റ് 2 വാക്യങ്ങൾ. ഞാനിനി നിങ്ങളോട് വളരെ സംസാരിക്കുകയില്ല, ലോകത്തിൻ്റെ പ്രഭു വരുന്നു, അവൻ എന്നോടൊരു കാര്യവുമില്ല. എങ്കിലും ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നുവെന്നും പിതാവ് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്യുന്നുവെന്നും ലോകമറിയട്ടെ. എഴുന്നേൽപ്പിൻ, നാം പോക. അതുകൊണ്ട് എന്ത് ചെയ്യണം ദൈവമക്കളെ? നിങ്ങൾ എഴുന്നേൽക്കണം. എഴുന്നേൽപ്പിൻ, എഴുന്നേൽപ്പിൻ. നിങ്ങൾ ഈ ദുഃഖഭാരവും വേറിക്കൊണ്ട്, ഈ ആകുലങ്ങളും വേറിക്കൊണ്ട്, ഈ നിരാശയിൽ നിങ്ങൾ ആഴ്ന്നു കിടന്നുകൊണ്ട് നിങ്ങളാരും വിലപിക്കണ്ട. എഴുന്നേൽപ്പിൻ. കർത്താവ് പറയുകയാണ്, ദൈവമക്കളെ, ആരെല്ലാം ഇന്ന് നിരാശയുടെ ആ നെല്ലിപ്പല വരെ എത്തിയിട്ട് എനിക്കിനി ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലല്ലോ കർത്താവേ, എൻ്റെ ആശയെല്ലാം നശിച്ചല്ലോ, ഞാനിനി എന്തു ചെയ്യും കർത്താവേ, എന്നെ സഹായിക്കാൻ ആരുണ്ട്? ഇങ്ങനെയെല്ലാം ചിന്തിച്ചിരിക്കുന്ന ദൈവവൈതലേ, കർത്താവ് പറയുന്നു, നിന്നോട് പറയുന്നു, എല്ലാം ഞാൻ അറിയുന്നു മോനെ, എഴുന്നേൽപ്പിൻ, നാം പോക. എഴുന്നേൽപ്പിൻ, നാം പോക. നമുക്ക് വലിയ വലിയ കാര്യങ്ങൾ ഇനിയുണ്ട്, വലിയ കാര്യങ്ങൾ ഇനി ചെയ്യാനുണ്ട്. എങ്ങോട്ടാ പോകുന്നത്? സമാധാനത്തിലുള്ള വഴിയിലേക്കാണ് പോകുന്നത്. ഏതാണ് സമാധാനത്തിലുള്ള വഴി? ക്രൂസിലേക്കാണ് ആ വഴി. സ്തോത്രം. മനസ്സുണ്ടോ? ക്രൂസിലേക്കാണ് ആ വഴി. ശിഷ്യന്മാരോട് പറയുക, എഴുന്നേൽപ്പിൽ മക്കളെ, പോകാം, നമുക്ക് പോകാം, നിങ്ങൾ തളർന്നു പോകല്ലേ, നമുക്ക് പോകാം. ദൈവത്തിന് സ്തോത്രം. എഴുന്നേൽപ്പിൻ, നാം പോകാം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്തു പറയുന്നു? നിങ്ങൾക്കിത് വിശ്വാസമുണ്ടോ? ദൈവത്തിന് സ്തോത്രം. റോമർ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ്, ആ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ അത് എൻ്റെ ഹൃദയത്തിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. അതാണ് കർത്താവ് പറഞ്ഞത്. നിങ്ങൾ വെളിപ്പെടുവാനുള്ള തേജസ്, നിങ്ങൾ സ്വപ്നം കാണണം. നിങ്ങൾ സ്വർഗം സ്വപ്നം കാണണം. എന്നോടുകൂടിയുള്ള സ്വർഗവാസം നിങ്ങൾ സ്വപ്നം കാണണം. പ്രിയപ്പെട്ടവരെ, അതല്ലേ നമ്മുടെ പൂർവികരായ പുണ്യപിതാക്കന്മാരെല്ലാം അനുഭവിച്ച സത്യങ്ങൾ, അതൊക്കെയല്ലേ? ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവരെല്ലാം ഈ ലോകം മായയെന്ന് എണ്ണിയവരാണ്. ഈ ലോകം ഒന്നിനും കൊള്ളരുതാത്തതാണെന്ന് അവർ എണ്ണിയവരാണ്. ദൈവത്തിന് സ്തോത്രം. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല എന്ന് എബ്രായ ലേഖനത്തിൽ നാം കാണുന്നു. വിശ്വാസ വീരന്മാരായ പൂർവികരായ പുണ്യപിതാക്കന്മാർ, അവരെല്ലാം കുറിച്ച് പൗലോസ്ലീഹ വിശദമായിട്ട് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ പറഞ്ഞിട്ട് പറയുകയാണ്, ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. അവരെ ആശ്രയിച്ച് ദൈവത്തെ മാത്രമാണ്. അവർക്കെന്നും യേശുക്രിസ്തുവായിരുന്നു അവരുടെ ആശ്രയം. ദൈവമായിരുന്നു അവരുടെ ആശ്രയം. ദൈവത്തിലായിരുന്നു അവരുടെ ആശ്രയം. അവർ മനുഷ്യരിൽ ആശ്രയിച്ചില്ല. അവർ ദൈവവചനം വിശ്വസിച്ചു, ദൈവത്തോട് കൂടെ നടന്നു. അവർ ദൈവത്തിൻ്റെ പ്രിയമക്കളായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, അവരാണ് പറഞ്ഞത്, ഞങ്ങൾക്ക് ഈ ലോകം യോഗ്യമല്ല. ദൈവത്തിന് സ്തോത്രം. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നെണ്ണുന്നു പൗലോസ്ലീഹ. പ്രിയപ്പെട്ടവർ, ഇതെല്ലാം അനുഭവിച്ചുകൊണ്ട് പൗലോസ്ലീഹ പറയുകയാണ്, ലോകത്തിലെ കഷ്ടമെല്ലാം മാറും. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിനോടുകൂടി വാസം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അത് നമ്മുടെ സ്വപ്നമായി മാറിയാൽ നമ്മുടെ എല്ലാ പ്രശ്നത്തിനും അവിടെ പരിഹാരം തരും. ഒരു കാര്യം ഓർത്താൽ മതി, ഞാൻ എൻ്റെ കർത്താവിൻ്റെ സ്വന്തമാണ്. ഇതൊന്നും ഞാൻ തന്നെ അനുഭവിക്കാൻ എൻ്റെ ദൈവം എന്നെ വിട്ടിട്ടില്ല. ഈ ലോകത്തിലെ കഷ്ടങ്ങളെല്ലാം അനുഭവിക്കാൻ ദൈവം എന്നെ ഏകനായി വിട്ടിട്ടില്ല. അതെൻ്റെ ദൈവം അറിയുന്നു. ദൈവം അത് ഷെയർ ചെയ്യുന്നു. ഈ ലോകത്ത് ആരുമില്ല, ഷെയർ ചെയ്യാൻ ആരുമില്ല. പക്ഷേ ദൈവവൈതലേ, നിൻ്റെ സങ്കടം, നിൻ്റെ വേദന, നിനക്ക് ആരോടും പറയാൻ പറ്റാത്ത വേദന എൻ്റെ ദൈവം, എൻ്റെ യേശു അറിയുന്നു. അവൻ നിന്നോട് ഷെയർ ചെയ്യുന്നു. ആ ഭാരം കൊടുത്തേക്കാൻ അവൻ പറഞ്ഞു. നിൻ്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. ദൈവത്തിൻ്റെ സ്തോത്രം. നീതിമാൻ കുലുങ്ങിപ്പോകാൻ അവനൊരു നാളും സമ്മതിക്കില്ല. യേശുവിൽ വിശ്വസിച്ചതുകൊണ്ട്, യേശുവിൻ്റെ തങ്ക തിരുരക്തത്താൽ കഴുകൽ പ്രാപിച്ചതുകൊണ്ട്, ആ വിശ്വാസം
ഞാൻ സ്വീകരിച്ചതുകൊണ്ട്, യേശുവിനെ കർത്താവ് രക്ഷിതാവുമായി ഞാൻ സ്വീകരിച്ചതുകൊണ്ട് ഇതാ ഞാൻ തളരുവാൻ, ഞാൻ തകരുവാൻ എൻ്റെ ദൈവം സമ്മതിക്കുകയില്ല. അവൻ എൻ്റെ സ്വന്തമാണ്, ഞാൻ എൻ്റെ യേശുവിൻ്റെ സ്വന്തമാണ്. അതുകൊണ്ട് എൻ്റെ ഭാരങ്ങൾ യേശുവിൻ്റെ ഭാരമാണ്. ദൈവം ഇതിലെ ഈ സമയത്ത് നിങ്ങളുടെ ഭാരങ്ങളെല്ലാം ക്രൂശിൻ ചുവട്ടിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാൻ നിങ്ങൾക്ക് തയ്യാറാണോ? എൻ്റെ യേശു ദൈവവേദലേ നിന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. യേശു നിൻ്റെ അടുക്കിലേക്ക് വരുന്നു, നീട്ടിയ കരങ്ങളുമായി അവൻ വരുന്നു. എന്തിനാണെന്നറിയാമോ? മോനെ, നിൻ്റെ ഭാരങ്ങളെല്ലാം എൻ്റെ കയ്യിലേക്ക് തരിക, നിൻ്റെ ഭാര യഹോവയുടെ മേൽ വെച്ച് കൊള്ളുക, അവൻ നിന്നെ പുലർത്തും. ദൈവത്തിൻ്റെ സ്തോത്രം. നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ട് കൊള്ളുവാൻ ഇതാ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ, നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ട് കൊള്ളുവിൻ. ദൈവത്തിൻ്റെ മക്കളെ, നിങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളെ കൊടുക്കുവിൻ, ഭാരങ്ങൾ വിട്ടു കൊടുക്കുവിൻ, യേശുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളെ സമർപ്പിക്കുവിൻ. സകല ഭാരവും മുറുകെ പറ്റുന്ന പാവവും വിട്ട് നമുക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. എഴുന്നേൽപ്പിൻ നാം പോക. ദൈവമക്കളെ, യേശുവിൻ്റെ പിന്നാലെ പോക, ക്രൂസിൻ്റെ പിന്നാലെ പോക. നമ്മുടെ ജീവിതം നിത്യസ്വർഗത്തിലേക്ക്, നിത്യജീവൻ്റെ വഴിയിൽ കൂടെ നമുക്ക് പോകാം. എല്ലാ ഭാരങ്ങളും അവൻ്റെ മേലിട്ട് കൊടുത്ത് സമാധാനത്തോടെ നമുക്കായിരിക്കാം. കരുണയുള്ള കർത്താവേ, നിൻ്റെ മക്കളോട് മനസ്സലിയണമേ. കർത്താവേ, ഞങ്ങളുടെ ഭാരങ്ങളും മുറുകെ പറ്റുന്ന പാവങ്ങളും ഞങ്ങളിതാ ഇപ്പോൾ ക്രൂശിൻ ചുവട്ടിലേക്ക് ഇടുന്നു. ഞങ്ങളെ സ്വീകരിക്കണമേ, മാറോടണയ്ക്കണമേ, തിരുവിലാവിൽ ഒളിപ്പിക്കണമേ, സമാധാനം തരണമേ. ലൗകികമല്ലാത്ത സമാധാനം, എൻ്റെ യേശു തരുന്ന സമാധാനം ഞങ്ങളിലേക്ക് ഊതിത്തരണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിലേക്ക് ഊതണമേ. യേശുവേ, ഞങ്ങളിലേക്ക് നിൻ്റെ ആത്മാവിനെ ഊതണമേ. സങ്കടങ്ങൾ മാറ്റണമേ, ദുരിതങ്ങൾ മാറ്റണമേ, രോഗങ്ങൾ മാറ്റണമേ, ആകുലങ്ങൾ മാറ്റണമേ, വിശ്വാസം വർദ്ധിപ്പിച്ച് തരണമേ. യേശുവിനോട് പറ്റിച്ചേരുന്ന ആ ദിവ്യമായ അനുഭവത്തിലേക്ക് പരിശുദ്ധാത്മാവേ ഞങ്ങളെ നടത്തണമേ. തിരുരക്തത്താൽ ഞങ്ങളെ മുദ്രയിടണമേ. ഞങ്ങളെ ആരോട് അണച്ച് പിടിച്ചുകൊള്ളണമേ. സകലോടിയങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന പ്രാണപ്രിയനായ യേശുവിൻ്റെ നാമത്തിൽ യാചിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമെള്ളുമാറാകണമേ. ആമീൻ. സ്തോത്രം.